CS പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവേ സപ്പോർട്ട് സിസ്റ്റം കുറവാണ്. കാരണം CAക്ക് കിട്ടുന്ന അത്ര സപ്പോർട്ട് സിസ്റ്റം CS-നില്ല. അതേപോലെ CMA ഇന്ത്യ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സപ്പോർട്ട് സിസ്റ്റം CS-നില്ല. അപ്പോൾ CS മോശം കോഴ്സ് ആയതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. CS ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ റെപ്യൂട്ടഡ് കോഴ്സാണ്. പക്ഷേ അത് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസും അതിൻ്റെ ഒരു പ്രോപ്പർ സപ്പോർട്ടും കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ കുറച്ച് സംശയാസ്പദമാണ്. അപ്പോൾ അതിന് ഒരു ചെറിയൊരു ബദൽ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ കുറച്ച് കമ്പനി സെക്രട്ടറിമാർ കൂടിയിട്ട് CS ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നത്. അത് എക്സ്ക്ലൂസീവ് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് CSEET എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ ആക്ച്വലി +2 കഴിഞ്ഞ കുട്ടിക്ക് CS-ലേക്ക് എത്താനുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റാണ്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ CS-ൻ്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ജൂലൈ ഫസ്റ്റ് വീക്ക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി എക്സിക്യൂട്ടീവ് എക്സാം എഴുതി കിട്ടാത്ത ആൾക്കാരോ ഇനി പുതുതായിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവിന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കോ ഈ സെഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഡിസംബറിൽ എക്സാം എഴുതുന്ന പാകത്തിനാണ് അതുണ്ടാവുക. പ്രൊഫഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, തൊട്ടടുത്ത ഡിസംബർ തൊട്ട് എന്ത് ചെയ്യുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ എക്സാം CS-ൻ്റെ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളേ ചെയ്യേണ്ടുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അതല്ല ചെയ്യുന്നത്. നമ്മളെ കൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന ആളുടെ കൺസെപ്റ്റ് ആയാലും ഇരിക്കുന്ന കുട്ടികളുടെ ആയാലും കൺസെപ്റ്റ് ആയാലും കുറേ കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നതിലാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ക്ലാസ്, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ക്ലാസ് ഒക്കെ നടക്കുന്നത്. അതായത് ഒരാൾ വന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര പറഞ്ഞാലും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവണം. കുട്ടിക്ക് അത് എക്സാം എഴുതാനുള്ള വൊക്കാബുലറി ഉണ്ടാവണം. ദെൻ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാനുള്ള നോളജ് ഉണ്ടാവണം. ഇത് മൂന്നും ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറേ ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രം പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ രീതികൾ എന്ത് ചെയ്യണം, മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വളരെ കുറഞ്ഞ സ്ക്രീൻ ടൈം മാത്രം വെച്ചുകൊണ്ട് ഒരു അക്കാഡമിക് പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഡെയിലി ഒരു 5 മണിക്കൂറോ 8 മണിക്കൂറോ ഒന്നും ഓൺലൈനിൽ ഇരിക്കേണ്ടി വരില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒന്ന് പേരേ ഉള്ളൂ, പക്ഷേ ഓൺലൈനിലുള്ള ആക്ടിവിറ്റി വളരെ മിനിമം ആയിരിക്കും. അങ്ങനെ പഠിച്ച് പാസ്സാവേണ്ട ഞാനൊക്കെ പഠിച്ച് പാസ്സായ ഒരു മെത്തേഡ്, അതിനൊരു ക്ലിയർ ഫ്രെയിം വർക്ക് എന്ന് പറയാം. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഡിസംബറിൽ CS-ൻ്റെ എക്സിക്യൂട്ടീവ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് മോഡ്യൂൾ വെച്ചിട്ടാണ്. സെക്യൂരിറ്റി ലോൻ്റെ ഒക്കെ ഭാഗം വരുന്ന പേപ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. CSEET-യുടെ ക്ലാസ്സും ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യും. നവംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. CSEET-യുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇനി പുതുതായിട്ട് ചേരുന്ന ആൾക്കാർക്കും ഒക്കെ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഇതിനൊരു ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവില്ലേ? ഓഫ്ലൈൻ്റെ കാര്യങ്ങളില്ല. ഞങ്ങളുടെ ഒക്കെ ഒരു ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സ്റ്റഡി പ്ലാനാണ് ആക്ച്വലി നമ്മൾ അതിനകത്ത് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വളരെ മിനിമം സ്ക്രീൻ ടൈം മതി. കാരണം ചില ഓൺലൈൻ ക്ലാസ്സുകൾ ഞാൻ കുറേ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൽ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിനൊക്കെ 150-200 അവേഴ്സാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കാം. ഒരു CS പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മാസ ടൈം ഫ്രെയിമിൽ ഒരു 200 അവേഴ്സ് ഒരു പേപ്പറിന് നമ്മൾ ക്ലാസ് ഒരു തവണ കണ്ടു തീർക്കാനാണ്. അതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ഒരു തവണ കണ്ടു തീർക്കണമെങ്കിൽ 200 അവേഴ്സ് വേണം. 200 അവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുറഞ്ഞത് ഒരു ദിവസം 5 മണിക്കൂർ വെച്ച് കാണുകയാണെങ്കിൽ 40 ദിവസം വേണം. അങ്ങനെ ഒരു 4 പേപ്പർ പഠിക്കണമെങ്കിൽ 160 ദിവസമായി. 6 മാസം എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് 180 ഡേയ്സാണ്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടു തീർത്തിട്ട് പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ടൈം. അപ്പോൾ അത് ഏറ്റവും മിനിമം ടൈമിൽ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് അതിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്ത് അത് എഴുതാൻ പറ്റുന്ന പാകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ CS ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമും ആപ്റ്റായിരിക്കും. ഇനി നിങ്ങൾ CS പഠിക്കാൻ കേപ്പബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് നടത്തുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ആ ടെസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മാർക്ക് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് തരുന്നതായിരിക്കും നിങ്ങൾ CS പഠിക്കാൻ കേപ്പബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ CS എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഓൾറെഡി എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ആ ടെസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യുക. ഫർദർ കമ്മ്യൂണിക്കേഷനൊക്കെ അതിനകത്ത് കിട്ടും. അപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന CS പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാനും എത്രയും പെട്ടെന്ന് എക്സാം പാസ്സാക്കാനും വേണ്ടിയിട്ട് ഒരു കൂട്ടം കമ്പനി സെക്രട്ടറിമാരുണ്ടാക്കിയ ഒരു ലേണിംഗ്
പ്ലാറ്റ്ഫോമാണ് CS Ignite. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ വരും. തൽക്കാലം ഈ പേജ് ഫോളോ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് വാട്സപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചധികം ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.